മാറി ഉച്ചയ്ക്ക് വെയിലുദിച്ചു. അതിൻ്റെ ഒരു ആനന്ദത്തിലാണ് മുഴുവൻ ആൾക്കാരും. ഇപ്പോൾ ഇവിടെ ഇന്നലെ ഒരു സോമയാഗമൊക്കെ കഴിഞ്ഞു. അതിൻ്റെയും കൂടി മഴയാണ് രാവിലെ പെയ്തതെന്നാണ് നാട്ടുകാർ പറയണേ. അതിനിടയിൽ ഇവിടെ ഇപ്പോൾ എന്താ നമ്മുടെ റിട്ടയറൊക്കെ ചെയ്തൊരു കക്ഷി ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. തൃശ്ശൂർക്കാരൻ കിട്ടി പതിവ് പോലെ എല്ലാ കൊല്ലം ഉണ്ട്. അല്ല, നീ റിട്ടയർ ചെയ്ത പൈസ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതാ ലോകം മൊത്തം അറിയണ എൻ്റെ പ്രായം എല്ലാവർക്കും. പതിവ് പോലെ ഒരു പൂരം കൂടി പൂരം കുറച്ചുകൂടി ഗംഗമായിട്ട് ആഘോഷിക്കാനി. തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാമ്പിൾ കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര കലക്കില്ലേ പൊരിച്ച് രണ്ടു കൂട്ടരും അടിച്ച് പൊളിച്ച്. അതേപോലെ പൂരം നല്ല വൈബായിട്ട് പോകും. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മടത്തിൽ വരവ് വലിഞ്ഞിത്ര മേളം അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. അത് തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. എൻ്റെ കുറേ ഫ്രണ്ട്സ് UK നിന്നും ദുബായിൽ നിന്നവരൊക്കെ വന്നിട്ടുണ്ട്. നാളെ എത്തും, ഇന്ന് രാത്രി എത്തും, വന്ന് റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഇത്രയും അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ നമ്മുടെ പൂരത്തിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹിമയാണ് അല്ലേ? പിന്നല്ല, നമ്മള് പൊളിക്കാണ് കംപ്ലീറ്റ്. നാളെ അലിഞ്ഞിത്തറയിലാണ് നാളെ കാണാറ് നമ്മള്. എലിഞ്ഞിത്രല്ല എന്തായാലും വരുമല്ലോ, അത് നമ്മുടെ പെറ്റല്ലേ. അതുകൊണ്ട് കാലത്ത് പൂരം പിള്ളേരെ കൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നെയ്തലക്കാവ് കേറിയിട്ടുണ്ട്. ഉള്ളിലത്തെ മേളം കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് നട തുറക്കാൻ കഴിഞ്ഞിട്ടല്ലേ പോളൂ. അത് കഴിഞ്ഞിട്ട് പോളൂ, പിന്നെ അത് കാണാനല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് കംപ്ലീറ്റ് ഏർപ്പാടുകളാണ്. വിജയൻ എല്ലാ കൊല്ലമുള്ള പോലെ ഇപ്പോഴും ഉണ്ട് ഉഷാറായിട്ട്. അക്ഷയ ആദ്യത്തെ പൂരല്ലേ? കലക്കാണ്, ഉഷാറാക്കാണ്. പൂരം കാണാൻ പോണേ ഉള്ളൂ. അപ്പൊ ദിവീഷ് കുറച്ചു കാലം കൂടി ആയി പൂരായിട്ട് ഉഷാറായി. ചൂട് കൂടിയോട് കൂടി നമ്മളും ചൂടായി. മഴ ഒന്ന് ചെറിയൊരു ലാഞ്ചന നമുക്കൊരു എന്താ ഒരു ത്രസിപ്പിക്കൽ കുറവായിരുന്നു. പക്ഷെ ചൂട് കൂടി തുടങ്ങി, ആളുകൾ നോക്കി